ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്നതാണ്. നമ്മൾ അടക്കളാണ്. ഇനി പ്രത്യേകമായിട്ടൊന്നുമില്ല. മട്ട അരിൻ്റെ ചോറാണ്. അതിന് നമ്മൾ എന്ത് കറി വെക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മളെ പച്ചക്കറിയൊക്കെ തീർന്നു പോയി. നമ്മൾ ഉണ്ണിയായിട്ട് പാളയത്തു നിന്ന് കുറച്ച് പച്ചക്കറി ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടുവന്നില്ലേ, അതൊക്കെ തീർന്ന് നമ്മൾ അന്ന് ബാക്കി വെച്ച എന്തുണ്ട്, കോളിഫ്ലവർ ഒന്നായില്ല കേട്ടോ, ഒന്നായില്ല. അതുണ്ട്, അതിൻ്റെ ഉള്ളിയും കിഴങ്ങുണ്ട്. അപ്പം നമ്മൾ അത് വെച്ചൊരു ഫ്രൈ ചെയ്യും. ഇന്ന് ആ കുക്കിംഗ് വീഡിയോ വെച്ചിട്ട് വന്നൊന്നല്ല ഞാൻ. നമുക്ക് ഇച്ചിരി സംസാരിക്കാന്നേ, നമ്മളേതായ വിശേഷങ്ങളൊക്കെ പറയണ്ടേ. ഇന്ന് നമ്മളെ ഉണ്ണേട്ടൻ മാല ഇട്ടിട്ടോ, നോലുമ്പായിരുന്നു. പോകുന്നതിൻ്റെ ഒരു ആഴ്ച മുന്നെയാണ് മാല ഇടുക. നമ്മൾ ഉണ്ണേട്ടൻ 8-ാം തീയതി മടക്കി പോവാന്. അപ്പം എവിടേക്കോ പോകണ്ട്, ഗോകർണോ എവിടേക്കോ പോകുന്നുണ്ട് എന്നും പറയണ്ട. ഞാനൊക്കെ പറയുന്നത് ടൂറ് പോകാമല്ലോ ഉണ്ണേട്ടാന്ന് പറയും. എൻ്റെ ഉണ്ണേട്ടന് ഇങ്ങനെ യാത്രകളൊന്നും ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പക്ഷെ ദൈവത്തിനെ കാണാൻ അതിനെ കൊണ്ട് പോകുന്നതാണ്. അല്ലാണ്ട് അങ്ങനെ ടൂറ് അങ്ങനെ കണ്ട അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ആ മനുഷ്യനില്ലേ ഇല്ല. അതിന് ചെറുപ്പം മുതലേ അമ്മ കൊടുത്ത പഴം ഏട്ടന് വിറ്റ് പൈസയാക്കുന്ന മൈൻഡ് ആ കുഞ്ഞു കാലങ്ങളിൽ. ഇപ്പോഴും ആ മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പണിയൊക്കെ മിസ്സാവും, അത്രയും ദിവസത്തെ വരുമാനമൊക്കെ നിൽക്കും. അതൊക്കെയാണ് മൂപ്പരെ മനസ്സിലുണ്ടാവുക. പാവം നമ്മൾ ഉണ്ണേട്ടൻ. അപ്പോൾ നമ്മൾ കുറച്ചൊരു 2-3 ചില വെളുത്തുള്ളി ഇതിലൊന്ന് ചതച്ചിടാം നമുക്ക്. അങ്ങനെ നമ്മൾ ഫ്രൈ വെക്കാനുള്ള തീരുമാനത്തിലാണ്. നമ്മൾ അമ്മായിയൊക്കെ കിടക്കണോർത്തുനിന്ന് മണിമാളികന്ന് മെല്ലെ നീച്ച് വന്നിക്കണം. വെയിലാക്കണുണ്ട്. നല്ല കാർമേഘം ഇന്ന് രാവിലെ. ഭയങ്കര അന്തരീക്ഷം വളരെ മൂക്കമായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മളെ മനസ്സൊരു മൂകത വിട്ടിക്കൂലേ. ആണേന്ന് എനിക്ക് അങ്ങനെ കേട്ടോ. മയമേഘം മൂടിക്കുമ്പോൾ ഒരു മനസ്സിനും ഒരു മൂകത പോലെയാണ്. പക്ഷെ മഴ നല്ല തകർത്ത് പെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് കിടക്കാം. ഭയങ്കര സുഖമാണ് അല്ലേ. മഴ പെയ്യുന്ന ഒച്ചയും കേട്ടിട്ട് ഓടിട്ട വീട്ടിൽ കിടക്കണം. അപ്പോഴാണ് അതിൻ്റെ സുഖം കിട്ടുക. അപ്പം നമ്മൾ വെളുത്തുള്ളി 2 അല്ലി നന്നാക്കിയുള്ളൂ കേട്ടോ. നമ്മളിതെല്ലാം എടുത്ത് കണ്ടെത്തുന്നത് വെള്ളത്തിൽ കുറേ സമയം ഇത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചതിൻ്റെ ശേഷം ഈ ഉള്ളിയും കിഴങ്ങൊക്കെ നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിയുമ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഇച്ചിരി വിശേഷമൊക്കെ പറയാലോ. നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ പാത്രം എടുത്തുകൊണ്ട് വന്ന് ഒരു സവാള ഗ്രീൻ, നമ്മൾ ഒരു കിഴങ്ങ്, അങ്ങനെ നമ്മൾ ഇന്നൊരു ഫ്രൈ എളുപ്പ പണി. തേങ്ങയൊന്നും നന്നല്ല, പക്ഷെ തേങ്ങ തീർന്നു. ഞങ്ങൾക്ക് തേങ്ങ ഉണ്ടിട്ടോ. ഞാൻ ഒരു 4-5 പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ തെങ്ങുമല കിടക്കണം. തേങ്ങ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അവിടെ ഇവിടെയൊക്കെ കിടക്കുക. ഞാൻ എന്നിട്ട് പിന്നെ ഏട്ടൻ്റെ അവിടെയുള്ള മക്കൾക്കും ഒക്കെ കൊടുക്കും. പിന്നെ ഈ പ്രാവശ്യം ഏട്ടൻ തോലെ തേങ്ങ ഉണ്ടായപ്പോൾ എന്താ പറയുക, കുറച്ചങ്ങോട്ട് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ നാത്തൂനൊക്കെ കൊടുത്തിട്ട് 10-25 അവർക്ക് കൊടുത്ത്. നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ തേങ്ങ ആവുന്നതിൻ്റെ മുന്നേക്ക് ആകുമ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് തേങ്ങയൊക്കെ കൊണ്ടുതരണ്ടായിരുന്നു. അവളെ തേങ്ങ ഒക്കെ മുറിച്ച്. അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് തേങ്ങ ഇല്ല. പക്ഷെ തേങ്ങ ഉണ്ട് കേട്ടോ, തീരല്ലേ അതിൻ്റെ. തേങ്ങ ഇല്ലാത്തതിനെ കൊണ്ടാണ് കറി വെക്കാത്തതെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ തേങ്ങ ഇട്ട് വരണം, തേങ്ങ ഇല്ലാന്ന് വിചാരിക്കുന്നത്. 6 തേങ്ങ ഉള്ളത് ഞാൻ നന്നായിട്ട് പൊളിച്ച് വെച്ചാൽ. അപ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തേങ്ങ വലിപ്പിക്കാന്ന്. പിന്നെ ഈ തേങ്ങ അത്ര നന്നൊന്നല്ലാന്ന്. ഞാൻ എത്രയാ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കും. നിങ്ങൾ തന്നെ കാണണല്ലോ എൻ്റെ കറീൻ്റെ അകത്ത്. നമ്മളെ ഉണ്ണിയേട്ടൻ്റെ ശത്രുവിനിടുന്നുണ്ട്. 2 പച്ചമുളക് ഏട്ടല്ല വേണോ, ഇച്ചിരി കുരുമുളക് കൂടിയൊക്കെ നമുക്ക് ഇടാനല്ലേ. ഒന്നും മതിയില്ല. വെറുതെ നമ്മളെന്തിനാ ചീത്തയാക്കണത്. തീരെ ഇഷ്ടമല്ല പച്ചമുളക്. അപ്പം നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ഒന്നിട്ടു. ഒന്ന് അങ്ങോട്ട് തന്നെ എടുത്ത് വെച്ച്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയി പോയില്ലേ. എല്ലാവരും വർക്കിന് പോയില്ലേ. മഴയായിട്ട് നീക്കാൻ മടിയുണ്ടെങ്കിൽ ഒന്നും മഴയില്ലല്ലോ. ഒന്നും മഴയൊന്നുമില്ല. ഞാനിങ്ങനെ അമ്പലത്തിൽ നിന്ന് വിചാരിക്കട്ടോ, പിന്നെ കുഞ്ഞൊരു മഴച്ചാറ്റലിട്ട് ഒരു 5:45 സമയത്ത്. അപ്പം പിന്നെ അപ്പോഴൊക്കെ നമ്മൾ അമ്പലത്തിലാണ്. എന്നിട്ട് മാല ഇടില്ലേ. അപ്പോൾ അതിൻ്റെ മുമ്പേ എണീച്ച്, കുറച്ച് നേരത്തെ എണീച്ചു, 4:30 എണീച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഴ കുഞ്ഞായിട്ട് പിന്നെ ചാറപ്പം ഞാൻ എൻ്റെ മോൻ പോകുമ്പോൾ മഴ പൊടിയല്ലേ ദൈവമേ. അതുമായി തന്നെ മഴ പൊടിഞ്ഞില്ല. നമ്മളെ 3 തക്കാളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ കിട്ടണം. ആ തക്കാളി കേടായിപ്പോയി. അപ്പം നമുക്ക് 2 തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയൊക്കെ വേണം ഇഞ്ചി നമുക്ക് ചതച്ചിടാം. അങ്ങനെ നമ്മൾ ഇന്നൊരു ഫ്രൈ വെക്കും. അയ്യോ, നമ്മൾ തൊണ്ട ശരിയായില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇഞ്ചി അങ്ങോട്ട് അരിയാം. ഇഞ്ചി ഒന്ന് 4 പുളിയാക്കി 6 പുളിയാക്കി നമുക്ക് ചതച്ചങ്ങോട്ട് ചേർക്കാം. കാഞ്ചന താരകൾ കണ്ണുകൾ ചിമ്മി
കഥയിലെ പൂവനം കസ്തൂരി ചാർത്തി കടലും കരയും മതിവായെന്നും തുടരും രാവി. എന്തല്ലോ പാട് തന്നെ. ഇതൊക്കെയാണ് എന്റെ പരിപാടി. നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ. അതൊക്കെ പണ്ട് കേൾക്കുമ്പോണ്ടല്ലോ ഫീലാവില്ലേ നമ്മള് കല്യാണത്തിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നിന്നെ തഴുകാൻ പാടിയ പാട്ടിനു വേദനയോ വേദനയോ. മന്ദഹാസം ചന്ദ്രികയാ. നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചു. ഇനി നമ്മളെ കോളിഫ്ലവർ നമ്മൾ കിടന്നിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും ഒരു എനർജി കുറവുണ്ട് അല്ലേ. നമ്മൾ ഇന്നലെ കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. നമ്മളെ സാബ് വന്ന രംഗാണ്, പൊളിക്കും. ശാലിനിന്റെ കഥ ഏകദേശം ഒരു തീരുമാനം. അയ്യോ, ഞാനിതിൽ കഥയൊന്നും പറയില്ല കേട്ടോ. അയ്യോ, നമ്മൾ വെളുത്തുള്ളി ചതയ്ക്കാണ്ട ഞാൻ ഇട്ട് ചതക്കട്ടെ. നമുക്ക് ചതയ്ക്കാം. ഇടിക്കല്ലും അരക്കല്ലും ഉണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ഫിറ്റ് ചെയ്ത കട്ടിംഗ് ബോർഡിൽ ഇട്ടിട്ടാണ്. ഇനിയും ഉണ്ടല്ലോ വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതിലേക്കിട്ട്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്താ ചെയ്യണ? പോയോ? വന്നോ? പോയി വന്നിണ്ടാവും. സമയം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. 10:19 10:20 അപ്പം നമ്മളിന്ന് മട്ട അരിൻ്റെ ചോറും ഇമ്പളെ കോളിഫ്ലവർ ഫ്രൈയും. ഇനി പച്ചക്കറി നമ്മൾ കോളിഫ്ലവർ വേണ്ടാന്ന് നമ്മൾ പറയുന്നതായിട്ട്. നമുക്ക് കോളിഫ്ലവർ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഈ ഉണ്ണിയേട്ടൻ എന്തിട്ടാണ് എനിക്ക് കോളിഫ്ലവറിൽ പച്ചമുളക് കൂടിയിട്ടേക്കട്ടെ. നീ കോളിഫ്ലവർ കൊണ്ടുപോകാൻ. അയ്യോ, രസമില്ലാത്ത കറിയാവില്ല കേട്ടോ. ഞാൻ ഇനി മുളക് പൊടി ഇതിൽ കുറയ്ക്ക് ചിക്കൻ മസാല ഇടും. അതിലൊന്നും അത്ര ഇതുണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കോളിഫ്ലവറും ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചൊരു സംഭവം കേട്ടോ, ഒന്നിച്ചൊരു ഫ്രൈ. ഇന്ന് നമ്മളെ പച്ചക്കറിക്ക് കലാസക്കൊട്ട് ഇല്ല, ഒരു കണ്ട അളവനും കൂടി ഉണ്ട്. കിളവൻ കറി വെക്കുന്നൊക്കെ തീരെ ഇഷ്ടമല്ല അളവൻ. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ കൊക്കരക്കോ കോഴി ഇതാട്ടോ. ഇത് വീണ്ടും നമ്മൾ മുളകും പൊടി ഇടില്ല, അപ്പം ഇതിലുള്ള ഇതുണ്ടായിക്കോട്ടെ. അപ്പം നമ്മൾ കണ്ടോ? കണ്ട്. ഇനി നമുക്ക് കുറച്ച് അല്ല ഇതിലോ സ്പൂണൊക്കെ എടുപ്പോയി. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ മല്ലിയൊക്കെ കുത്തുന്നേ. മാനസീശ്വരി മാപ്പുത്തരോ മറക്കാൻ നിനക്ക് മടിയാണെങ്കിൽ മാപ്പുത്തരൂ മാപ്പുത്തരൂ. ഇത് നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാലപ്പൊടി. യേശുദാസിന്റെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ നമ്മളെ റേഡിയോയില് ചലച്ചിത്ര ഗാനങ്ങൾ? അത് ആ സമയമാകുമ്പത്തിന് ഞാൻ എല്ലാം കഴിച്ചിങ്ങനെ കിടക്കും. എന്നിട്ട് കിടക്കുന്നതിന്റെ തലക്കിൽ നീക്കി റെഡിയാ അത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചൊരു കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ട് അവിടെ ഏതാ വിചാരിക്കുക. എന്നിട്ട് ഇപ്പൊ കിടന്നില്ല നെറ്റിങ്ങൊക്കെ ആയിട്ടോ ഗരം മസാലപ്പൊടി ഇട്ടില്ലായിട്ട്. അപ്പൊ ഉണ്ടാവും ഇങ്ങനെ കണ്ട പാട്ടൊക്കെ കാണുമ്പോ ഒരു സ്വപ്നം കാണല്. ആ സ്വപ്നത്തിനൊക്കെ ഒരു സുഖമായിരുന്നതാ. ഇട്ടിട്ടുള്ളൂ ഇച്ചിരി. അതിനൊക്കെ ഒരു നല്ലൊരു പവറാട്ടോ കുട്ടികളെ. നിങ്ങൾ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിന് ഏറ്റവും നല്ല സുഖം, നല്ല സ്വപ്നങ്ങൾക്ക് ഭയങ്കര പവറുണ്ട്, പവർ. അപ്പൊ നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ച് നമ്മളെ വിഷ്ണു ഗോകുൽദാസ് കൊടുത്തുന്ന കോഫി പൗഡർ ഇതാണ് എടുത്തത്.
വിഷ്ണു എന്താ അറിയില്ല, ഇപ്പൊ എന്റെ വീഡിയോ തിരിഞ്ഞു മറിഞ്ഞു നോക്കാല്. അമ്മേനോട് പിണങ്ങിയോന്നാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രിയപ്പെട്ട താരം ഒരു ചെറുമാരി കുട്ടി ഉണ്ട് കേട്ടോ. എന്റെ മോന്റെയൊക്കെ പ്രായം തന്നെ ഉണ്ടാവുള്ളൂ. അതുണ്ടാവും, ഒരു ഷോർട്ട് വീഡിയോയിലുണ്ടാവാ. എന്നിട്ട് അതോരോന്ന് കൊണ്ടുവന്ന് ജ്യൂസ് അടിക്കലും പിടിക്കലും ഒരു തിരിച്ച് കാട്ടെ. ലാസ്റ്റ് അത് കഴിച്ചുകൊണ്ട് ഞാൻ നല്ല ലൈക്കൊക്കെ ഇട്ട് കൊടുക്കും. കമന്റ് ഇടല്ലേ, എന്ത് കമന്റ് ഇടാനും. കമന്റ് ഇടുന്ന ശ്രുതിമോൾ, അതിന് ഞാനൊരു കമന്റ് ഇട്ട് കൊടുക്കും. അവള് കുറെ സങ്കടം പറഞ്ഞു. അപ്പൊ ഞാനൊരു കമന്റ് ഇട്ട് കൊടുക്കും. കമന്റ് ഞാൻ ഇടാലും കേട്ടോ ചിലനൊക്കെ. നമ്മളെ വെളിച്ചെണ്ണയാണ് ഇതിലെ താരം. കാണണ്ടോ പറഞ്ഞേ? അയ്യോ എന്റെ വീഡിയോ ചോദിച്ചാടല്ലേ. ഇനി നമുക്ക് നമ്മളുടെ പ്രിയ താരം ഇല. ശ്രുതിമോളെ മനസ്സിലായി? നമ്മളെ ഒരു ചിരി ബമ്പർ ചിരിയില് ഓളെ ജീവിതാനുഭവം വെച്ചിട്ട് ഓള് നമ്മളെ താരായി മാറിയില്ലേ അവളെ വീട്. അവളെ ആരോ വെച്ചിട്ട് എന്താണ് അവളെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ അവള് കുറച്ച് സംസാരിക്കേണ്ട കുട്ടികൾ നമ്മളെ ഹൃദയം അങ്ങനെ നുറുങ്ങി പോകും. അവള് പറയണ കേട്ടാല് അവളെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിലേ പറഞ്ഞാണ്, എന്നാലും പറഞ്ഞതാണ്. നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവരും കാണുന്നതാണ്. നമ്മളതായ വീഡിയോയിലേക്ക് പോവാ. നമ്മൾ 2 പച്ചമുളക് ഇട്ട കാരണം നമ്മൾ ഇതിൽ മുളകും പൊടിയേ ചേർക്കണില്ല. പക്ഷെ എങ്കിലും മുളകും പൊടി ചേർക്കാഞ്ഞാൽ ഒരു കറുത്ത കളർ. നമ്മളെ കരിഞ്ഞ മസാലയും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ, വെളിച്ചെണ്ണയ്ക്ക് കൂട്ടി കാഴ്ച വേണം. പച്ചക്ക് തിന്നോ എനിക്ക് വയ്യ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടാ മതി, ഇതുപോലെ ഇത് വെച്ചത്. പക്ഷെ രസം കേട്ടോ, ടൈപ്പ് വെപ്പില് അതിലൊക്കെ ഒരു രസമുണ്ടെന്ന്. ഇത് നന്നായിട്ട് കുറച്ച് ഡൈലൂട്ടാക്കി എനിക്ക് ഇത്തിരി കൂടി മുളക് പൊടിയൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ എന്താ ചേട്ടാ, അയ്യോ ബേബി ഞാൻ ചതിച്ച് കൊല്ലരുതെന്ന് പറഞ്ഞാൽ. പക്ഷെ എനിക്ക് ഭയങ്കര രസമുണ്ട് കേട്ടോ, നമ്മള് കുഴച്ചിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇനി നമ്മള് വെള്ളം ഒന്നും അധികം പാരൂല, കൈ കഴുകൊന്ന് പാരും. കൈ കഴുകി 1/2 ഗ്ലാസ് വെള്ളം പാർന്ന് ഇത് മൂടാം. അങ്ങനെ നമ്മള് ഇത് കുക്കർ അടച്ചു വെച്ചു. ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ചു. പിന്നെ എന്തൊക്കെയാ, നമ്മൾ ഉണ്ണിയുടെ അവിടെ ഉണ്ട് കേട്ടോ, പോയില്ലെന്ന് കിടക്കുക റെസ്റ്റില പല കാരണം. അപ്പൊ നമ്മൾ ഉണ്ണിയുടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെന്ന്. ഇല്ല കേട്ടോ, ഇപ്പൊ തന്നെ എണീച്ചിട്ട് പോകും. 10, 10:30, 11 ആള് ഇവിടുന്ന് പോകും. സമയം ഇത്രയും നമ്മൾ പറഞ്ഞേ 10:29. മൂപ്പര ഓഫീസ് വെടിയെടുത്താല ചെട്ടി ഇവിടെ പൊട്ടിച്ചെട്ടി. ഇനി നമ്മൾ ഉണ്ണിയേട്ടൻ നമുക്ക് പപ്പടം കൊണ്ടെത്തണം. തൂക്ക് പപ്പടം. പപ്പടം ഇല്ലാത്തൊരു ജീവിതമല്ല മാതിരിയുണ്ട്. ഇനി നമുക്ക് കൊണ്ടാട്ടമുളക് പൊരിച്ചു. കൊണ്ടാട്ടമുളക് പൊരിച്ച അവിടെ ഉണ്ടോന്നാണോ? പിന്നെ നമ്മളെ അമ്മോരൊന്നും നമ്മൾ കഴിക്കൂലെന്ന്. എങ്ങനെ അങ്ങ് പോണ് നമ്മളെ ജീവിതം. ഇനി നമുക്ക് പപ്പടം അങ്ങോട്ട് പൊരിക്കും. ഉപ്പേരിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഉപ്പേരി ഉണ്ടാക്കണം. ഇതാണ് ബീട്രൂട്ടാണുള്ളത്. വയ്യ, കുഞ്ഞി കുഞ്ഞി ബീട്രൂട്ട്. വയ്യായിട്ടല്ല, എന്താ ചെറിയ ബീട്രൂട്ട് ഉപ്പേരി വെച്ച് തിന്നില്ല. പിന്നെ രാത്രി എടുത്ത് ഞാനങ്ങ് തിന്നും. എനിക്കിങ്ങനെ പോഷകങ്ങളൊക്കെ കുറെ കിട്ടി കഴിഞ്ഞാല് ഞാനങ്ങ് ചീർക്കും, അല്ലെങ്കിലേ ചീർത്തിട്ടാ. ഇവിടെ ഒന്നും ഞാൻ പ്രശ്നമല്ല കേട്ടോ. എൻ്റെ വീട്ടില് പോയാലും ഞാൻ തടിയാണ്. കാരണം ഞങ്ങളോടുള്ളവരൊക്കെ എൻ്റെ ഏച്ചി പറയല്ല കേട്ടോ, എൻ്റെ ഏച്ചി അല്ല തടിയത്. എൻ്റെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ചെല്ലി, ഏട്ടൻ്റെ മോൻ ചെല്ലിയാണ്, എൻ്റെ വൈഫൊക്കെ വലിയ പോയ എപ്പോൾ എന്നെ കാണുമ്പോൾ ഇത് തടിയാണ്, ഇത് തടിയാണ്. ഞാൻ പറയാ അതോടുള്ളവരെ കണ്ടിട്ട് അവർക്ക് തോന്നുന്നത് ഞാൻ തടിയുള്ളായിരിക്കും. ഇനി ചൊക്കെ ഞാൻ തടിയതാണ് ചെക്കനോട് നല്ല. എനിക്ക് തടി മെലിയണമൊന്നും ഇഷ്ടമല്ല. കാരണം ഞാൻ നല്ല ചെല്ലിയായിട്ട് മെലിഞ്ഞിട്ട് തടിക്കാൻ കൊതിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ
കുറേ ആക്കി മെലിയണൊന്നും ഇഷ്ടമല്ല. എൻ്റെ കുമ്പച്ചിരി പോകണം അത്രയേ ഉള്ളൂ. എനിക്ക് മെലിയണൊന്നും ഇഷ്ടമില്ല. എൻ്റെ ടീച്ചർ എന്തടി രണ്ടാമത്തെ ടീച്ചർ എന്ത് തടിക്കട്ടെ അത് പോകണം. എനിക്ക് ഇഷ്ടമൊന്നുമല്ല വല്ലാണ്ട് മെലിയണമെന്ന്. ഇങ്ങനെ ചുക്കി ചുടിഞ്ഞു പോകുന്നേ. ഇവർക്ക് വല്ല നിച്ചുണ്ടാവും. കുറച്ച് പ്രായമായൊരു മെലിഞ്ഞ കഴിഞ്ഞ് അല്ലേ? ആരും മെലിയാനൊന്നും നോക്കണ്ട കേട്ടാ. തടിയൊക്കെ ഉണ്ടായിക്കോട്ടേന്ന്. നമുക്ക് പപ്പടം അങ്ങ് പൊരിക്കാം. കുഞ്ഞു പപ്പടം അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നന്നായി. വെളിച്ചെണ്ണ കുറച്ച് മതി വെച്ചിട്ട് വെക്കും. എവിടെയും ഒരു ലാഭം കാണുന്ന ഒരാളാണ്. തുമ്പി തുമ്പി തുള്ളാൻ വായോ, ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ, മുറ്റത്തെ മുളയിലൂഞ്ഞാലാടും തത്തമ്മ പെണ്ണിൻ കൊഞ്ചൽ കേൾക്കാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ. പാട്ടൊക്കെ വലിയ ഓണമൊക്കെ ഓർമ്മ വരും. ഓണക്കാലായാല് നമ്മള് തീരെപ്പോഴും ഉണ്ടാവേ പാട്ട്. നമ്മൾ പപ്പടം പൊരിക്കട്ടെ. അങ്ങനെ നമ്മൾ വീഡിയോ ഗാലറി നിറഞ്ഞിട്ട് ഓഫായി പോയിട്ടോ. അപ്പം ഇന്നലെ എടുത്ത വീഡിയോ ഒന്നും ഞാൻ ഡിലീറ്റ് ആക്കിയില്ലേ. അപ്പം അതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി. നമ്മൾ കുഞ്ഞി ഇത് കണ്ടോ നന്നാക്കി വെച്ചാൽ ഇത് വെച്ചുള്ളത് ആരും കഴിക്കൂല. എന്നിട്ടാ ഒന്ന് അങ്ങോട്ട് വരോ. ശബരിമലയിൽ പൊന്മല നമ്മുടെ പൊന്മല. എന്നിട്ടാ ഓടാ നമ്മളെ സാവി തരണം. അയ്യപ്പ മതി ദൈവമല്ല അവിടെ പ്രാർത്ഥിക്കാൻ. ഉണ്ണിയേട്ടൻ എവിടെ ഒരു കല്ല് കുത്തിയ കണ്ടാലും അവിടെ പ്രാർത്ഥിച്ചാൽ ഉണ്ണിയേട്ടനെ തന്നെ കണ്ടപ്പോ ഉണ്ണിയേട്ടന് സ്വാമിയുടെ ഇരുന്നിട്ട് ഉണ്ണിയേട്ടൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പൊ നമ്മള് ഉപ്പേരി വെക്കാൻ പോവാണ്. ഉപ്പേരിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണത്. എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഉപ്പേരി വെക്കാൻ പോവാണേ. നമ്മളെ ബീട്രൂട്ട് അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ബീട്രൂട്ടേന് അപ്പോൾ ഒരു 4 എണ്ണം എടുത്ത് അരിഞ്ഞ് ഇങ്ങനെ നെങ്ങന്ന് ബാക്കി കളഞ്ഞു. പിന്നെ വെണ്ടക്ക കുറച്ചുണ്ടായിരുന്നു, അതെടുത്ത്. ഇതാ 3 നമ്മളെ വൈദ്യനിങ്ങ, ഒരു സവാള പകുതി ഇതവിടെ വെച്ചാൽ നമുക്ക് തൈരിലിടാം. പിന്നെ നമ്മളൊരു ഇച്ചിരി നമ്മളെ ചീരം കൂടി പറിച്ച്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് 6 കൂട്ടം ഉപ്പേരി. 6 കൂട്ടം ഉപ്പേരി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. 6 കൂട്ടാണത്. 1 2 3 4 5 പച്ചമുളക് 6. അപ്പൊ നമ്മൾ ഇതാ തേങ്ങ ഒന്ന് പൊട്ടിക്കാൻ വിചാരിച്ചു. തേങ്ങന്റെ വെള്ളം ചിണ്ടുമോ? അപ്പൊ തേങ്ങ ഒന്ന് പൊട്ടിക്കാൻ ഞാൻ ഒറ്റ പൊട്ടിന് പൊട്ടിക്കണം വിചാരിച്ചായിരുന്നു. അപ്പൊ നമ്മൾ എന്തോ ഒരു കാര്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോ നമുക്ക് ഒറ്റ പൊട്ടിന് പൊട്ടൂലല്ലോ. അപ്പൊ നമ്മള് തേങ്ങ ഇല്ലാത്ത ഓണമില്ലാന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് തേങ്ങ ഇല്ലാത്ത ഒരു ദിവസം ഒരു ഇത്തിരി വെള്ളമാണെങ്കിൽ നല്ല മധുരം ഇട്ടാം. അപ്പൊ നമ്മൾ ഉപ്പേരിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ വീഡിയോ നിർത്തട്ടെ. ഉപ്പേരി ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കാണിക്കും മറ്റേ വീഡിയോ എടുത്തിട്ട്. അപ്പൊ നമ്മള് ഇന്ന് എന്തുണ്ടാക്കി? ഫ്രൈ വെച്ചു. മട്ടൻ അരിന്റെ ചോറ് വാർത്തപ്പോൾ വാർത്തക്കുള്ള നല്ല വെന്തയ്ക്കും, നല്ല വെന്ത്. പിന്നെ നമ്മൾ 6 കൂട്ടം ഉപ്പേരി വെക്കണേ. ഡക്സ ബേബി വിളിക്കുന്നുണ്ട് ഓനെ ടോയ്ലറ്റിൽ പോകാൻ. പിന്നെ നമ്മൾ ഉപ്പേരും പപ്പടം കാച്ചി, കൊണ്ടാട്ടം വറുത്തില്ല, മറന്നതല്ല, കൊണ്ടാട്ടം വറുത്ത് വെച്ചതന്നെ ചെറിയ ടിന്നിലുണ്ട്. ഞാനൊരാൾ കഴിക്കണതുകൊണ്ട് വറുത്തില്ല. അപ്പം നമ്മൾ ടാറ്റാ, ലവ് യു. ഈ ചോറ് തന്ന വീഡിയോ ആണെങ്കിൽ കാണിക്കാം. നമ്മൾ അമ്മായി ചോറും തന്നെ നമ്മൾ നല്ല മട്ട അരിൻ്റെ ചോറൊക്കെ വിളമ്പിച്ച് നമ്മൾ സ്വർണ്ണേച്ചി സാമ്പാറുണ്ട് തന്ന്. നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ഉപ്പേരി പപ്പടം 2 എണ്ണം. അപ്പൊ നമുക്ക് ചോറൊന്ന് കഴിച്ചാലോ? നമ്മൾ സാമ്പാർ വെച്ചില്ല കേട്ടോ.
ഇന്ന് സാമ്പാർ പൊടി മാത്രം ഇട്ട് വെച്ചാണ് സ്വർണ്ണിച്ച. അപ്പം അമ്മായി പറയാൻ നല്ല രസമുണ്ട്. എൻ്റെ കറി രസമില്ലേ സാധാരണ? ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫ്രൈ കൂട്ടി, പപ്പടം കൂട്ടി, കുറച്ച് പേര് കൂട്ടി, കഴിച്ചാലോ? ഇപ്പം നമുക്ക് ചോറ് കഴിച്ചാലോ? എൻ്റെ കയ്യിലട്ടോ ഫോണ്. കുഴപ്പമില്ല, മട്ടാഞ്ചി നല്ലോണം വെന്തിക്കണല്ലെന്ന്. ഈ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് തിന്നുമ്പോൾ രസമുണ്ട്. അന്ന് ഞങ്ങൾക്ക് മട്ടാരി ഒറ്റപ്പൊടി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇന്ന് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഒരു പിടിയും കൂട്ടി തിന്നിട്ട് അമ്മായി സൂപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ കണ്ട് പിടിച്ചു. അപ്പോൾ ചേട്ടാ ഇത്രയേ ഉള്ളൂ കേട്ടോ.